നമസ്കാരം. MCV ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലയിൽ കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. കൊടുങ്ങല്ലൂരിൽ വിദ്യാർത്ഥിനിയെ ബൈക്കിലെത്തിയ സംഘം ആക്രമിച്ചു. DYFI നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ KC സുദർശനന്റെ സൂര്യപദം പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. വാർത്തകൾ വിശദമായി. ജില്ലയിൽ കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താൽ മാള പ്രദേശത്ത് പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുന്നു. സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിച്ചില്ല. സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില ഗണ്യമായി കുറഞ്ഞു. പുത്തഞ്ചിറ പകരപ്പള്ളി ക്ഷേത്രത്തിലെ ദേശവിളക്ക്, കിഴക്കും മുറി, സെന്റ് ജോസഫ് ചർച്ചിലെ ഇടവക ശ്രാദ്ധം എന്നിവ നടക്കുന്നതിനാൽ പുത്തഞ്ചിറ മണ്ഡലത്തെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. വടക്കാഞ്ചേരി കൂട്ടമാരംഭക കേസിലെ പ്രതികളെ സർക്കാരും പോലീസും സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ച് കഴിഞ്ഞ ദിവസം DCC നടത്തിയ കളക്ടറേറ്റ് മാർച്ചിനിടെ പോലീസിന് നേരെ പ്രവർത്തകർ കല്ലെറിയുകയും തുടർന്ന് പോലീസ് പ്രവർത്തകർക്ക് നേരെ ലാത്തിചാർജ് നടത്തുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് ഇന്ന് തൃശൂർ ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. UDF ജില്ലയിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ ചാലക്കുടിയിൽ പൂർണ്ണമായി. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിച്ചില്ല. സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില ഗണ്യമായി കുറഞ്ഞിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ടൗണിൽ പ്രകടനം നടത്തി. നേതാക്കളായ ജെയിംസ് പോൾ, ഷിബു വാലപ്പൻ, TA ആന്റോ, ബിജു ചെറിയത്ത്, ഷോൺ പെല്ലിശ്ശേരി, KK അനിലാൽ, ശിവൻ കുന്നിശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലാ ഹർത്താലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൊടുങ്ങല്ലൂരിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. സഹകരണ ബാങ്കുകൾ ഒഴികെയുള്ള ഇതര സ്ഥാപനങ്ങളും സർക്കാർ ഓഫീസുകളും അടഞ്ഞുകിടന്നു. ദേശീയപാതയിലൂടെ വന്ന ഒറ്റപ്പെട്ട വാഹനങ്ങൾ ഒഴികെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി TM നാസർ ഉദ്ഘാടനം ചെയ്തു. പീഡിപ്പിച്ച, പ്രലോഭിപ്പിച്ച, വിളിച്ചു വരുത്തി കൂട്ടബലാത്സംഗം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നതരായ സഖാക്കന്മാർ, ഏരിയ കമ്മിറ്റിയുടെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ട് ചേർന്നുകൊണ്ട് ചെയ്ത കൂട്ടബലാത്സംഗം, അതിനെതിരെ നടപടിയെടുക്കാത്തൊരു സാഹചര്യം കേരളത്തിൽ. ഡൽഹിയിലെ കൂട്ടബലാത്സംഗത്തെ പോലും അതിശയിപ്പിക്കുന്ന സംഭവമാണ് തൃശ്ശൂർ ജില്ലയിൽ നടന്നത്. ഇന്നലെ ആ സംഭവത്തെ പ്രതിഷേധിച്ച് നടന്ന ജാഥ അവിടുത്തെ വടക്കാഞ്ചേരി MLA പരസ്യമായി ഇതിനെതിരെ രംഗത്ത് വന്നു. പ്രതികളെ പിടിക്കണമെന്നാവശ്യപ്പെട്ടു. പ്രതികളെ പിടിച്ച് VM മൊഹിയുദ്ദീൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KK രവി, സജീവൻ പടിഞ്ചേരി, KP സുനിൽകുമാർ, ജോസ് കുരിശിങ്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താൽ തീരദേശത്ത് പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. നിരത്തിലിറങ്ങിയ KSRTC ബസ്സുകൾ ഹർത്താൽ അനുകൂലികൾ 3 പീടികയിൽ തടഞ്ഞു. കയ്പമംഗലത്ത് തുറന്ന് പ്രവർത്തിച്ചിരുന്ന വില്ലേജ്, പഞ്ചായത്ത്, KSEB ഓഫീസുകൾ സമരാനുകൂലികൾ എത്തി അടപ്പിച്ചു. പെരിഞ്ഞനത്ത് സ്കന്ദമഹായാഗവും ദേശവിളക്കുത്സവവും നടക്കുന്നതിനാൽ പെരിഞ്ഞനം പഞ്ചായത്ത് പരിധിയെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർ ചന്ദ്രാപ്പിനിയിലെയും കയ്പമംഗലത്തും പ്രകടനം നടത്തി. കയ്പമംഗലം കാളമുറിയിൽ നിന്നാരംഭിച്ച പ്രകടനം 3 പീടികയിൽ സമാപിച്ചു. മണ്ഡലം പ്രസിഡന്റ് KV അബ്ദുൾ മജീദ്, DCC ജനറൽ സെക്രട്ടറി KF ഡൊമിനിക്, സുരേഷ് കൊച്ചുവീട്ടിൽ, മണി കാവുങ്ങൽ, PS മുഹമ്മദ്, KA സിദ്ദിഖ്, PS ഷാഹിർ എന്നിവർ നേതൃത്വം നൽകി. ചന്ദ്രാപ്പിന്നിയിൽ നിന്ന് നടന്ന പ്രകടനത്തിന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സജയ് വൈനപ്പള്ളി, മണ്ഡലം പ്രസിഡന്റ് ഉമറൽ ഫാറൂഖ്, PD സജീവൻ, IB വേണുഗോപാൽ, AK ജമാൽ, ലൈല മജീദ് എന്നിവർ നേതൃത്വം നൽകി. ജില്ലയിൽ ഹർത്താലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പുത്തഞ്ചിറയിൽ UDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. VA നദീർ, VS അരുൺ രാജ്, ജിജോ അരിക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു. പോലീസ്
നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് കൊടുങ്ങല്ലൂരിൽ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കോളേജ് വിദ്യാർത്ഥിനിയെ ബൈക്കിലെത്തിയ സംഘം ആക്രമിച്ചു. കൈക്ക് പരിക്കേറ്റ യുവതിയെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവള്ളൂർ സ്വദേശിനിയാണ് ആക്രമിക്കപ്പെട്ടത്. രാവിലെ 11 മണിയോടെയാണ് സംഭവം. മൂർച്ചയുള്ള വസ്തു കൊണ്ടുള്ള ആക്രമണത്തിൽ പെൺകുട്ടിയുടെ ഇടത് കൈത്തണ്ടയ്ക്ക് മുറിവേറ്റു. നമ്പർ പ്ലേറ്റ് മറച്ച മോട്ടോർ ബൈക്കിൽ ഹെൽമറ്റ് ധരിച്ചെത്തിയവരാണ് ആക്രമിച്ചതെന്ന് പെൺകുട്ടി പറഞ്ഞു. കൊടുങ്ങല്ലൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഡിവൈഎഫ്ഐ നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു. എടത്തുരുത്തി പുളിഞ്ചോട് നടന്ന രക്തസാക്ഷി ദിനാചരണം SFI ജില്ലാ പ്രസിഡന്റ് ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് KR രാകേഷ് അധ്യക്ഷത വഹിച്ചു. CPM നാട്ടിക ഏരിയ സെക്രട്ടറി PM അഹമ്മദ്, ഡിവൈഎഫ്ഐ നാട്ടിക ബ്ലോക്ക് സെക്രട്ടറി KH സുൽത്താൻ, KG സുഖ്ദേവ്, അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, PR നിഖിൽ എന്നിവർ സംസാരിച്ചു. ഹർത്താൽ ദിനത്തിൽ ആം ആദ്മി പാർട്ടി നടത്തിയ യാത്ര ശ്രദ്ധേയമായി. ആം ആദ്മി കയ്പമംഗലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചൂൽ വിപ്ലവം 2019 നാം അറിയാം നമ്മെ അറിയാം എന്ന മുദ്രാവാക്യം ഉയർത്തി കാൽനട പ്രചരണ ജാഥ നടത്തി. കൊടുങ്ങല്ലൂർ വടക്കേ നടയ്ക്ക് മുന്നിൽ സംസ്ഥാന കൺവീനർ CR നീലകണ്ഠനാഥ് ഉദ്ഘാടനം ചെയ്തു. അക്ബർ, ശശി, മുരളി, ജബ്ബാർ, ഹബീബ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പെരിഞ്ഞനത്ത് നടന്ന സമാപന സമ്മേളനം മുൻ സംസ്ഥാന പ്രസിഡന്റ് മനോജ് പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ഷാജഹാൻ, പൊരിയ ബസാർ, ജബ്ബാർ തുടങ്ങിയവർ സംസാരിച്ചു. പുത്തഞ്ചിറ 10ാം വാർഡ് ADS വാർഷികം ആഘോഷിച്ചു. പ്രസിഡന്റ് KV സുജിത് ലാൽ വാർഷികം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും മുനിസിപ്പൽ ചെയർമാൻമാരെയും കോർപ്പറേഷൻ മേയർമാരെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും തിരുവനന്തപുരത്തേക്ക് വിളിച്ചു ചേർക്കുകയുണ്ടായി. 60 കൊല്ലം പിന്നിട്ട കേരളത്തിനകത്ത് പുതിയ രീതിയിലുള്ള വികസനത്തിന്റെ മാതൃകകൾ സൃഷ്ടിക്കുവാൻ ഗ്രാമപഞ്ചായത്തുകൾ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. രാഷ്ട്രീയത്തിന് അതീതമായി, മതചിന്തകൾക്ക് അതീതമായി, സാമ്പത്തിക ചിന്തകൾക്ക് അതീതമായി ഈ നാട്ടിലെ ഏതാണ്ട് 25,000 വരുന്ന ജനങ്ങളെ പുത്തഞ്ചിറയിൽ വെച്ച് നോക്കുമ്പോൾ എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുവന്നുകൊണ്ട് ഒരേ തരത്തിൽ ഒരേ മാലയിൽ കോർത്ത മുത്തുകളെ പോലെ അണിനിരത്തുവാൻ വേണ്ടി ശ്രമിക്കണമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി കഴിയൂ. അതിനാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് വൈസ് പ്രസിഡന്റ് ബീന സുധാകരൻ ബദ്രദീപം തെളിയിച്ചു. വാർഡ് മെമ്പർമാരായ നിസാർ, വാസന്തി, സുബ്രഹ്മണ്യൻ, കാഞ്ചന റിഫായ, CDS ചെയർപേഴ്സൺ സിന്ധു ജോഷി, ശോഭന ചന്ദ്രൻ, അംബിക, മിനി രാജു തുടങ്ങിയവർ സംബന്ധിച്ചു. അന്തരിച്ച ചലച്ചിത്ര സംവിധായകൻ മോഹൻ രാഘവന്റെ സ്മരണാർത്ഥം കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ നടന്നുവരുന്ന മോഹനം 2016 ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി KC സുദർശനന്റെ സൂര്യപദം പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി KP മോഹനൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. MG ബാബു പുസ്തകം ഏറ്റുവാങ്ങി. വടക്കേടത്ത് പത്മനാഭൻ പുസ്തകം പരിചയപ്പെടുത്തി. ചടങ്ങിൽ തുമ്പൂർ ലോഹിതാക്ഷൻ, PT സ്വരാജ്, KC ഹരിദാസ് എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് R ശരത് സംവിധാനം ചെയ്ത ഭൂമിക്കൊരു ചരമഗീതം, G അരവിന്ദന്റെ കുമ്മാട്ടി എന്നീ ഹ്രസ്വചിത്രങ്ങളുടെ പ്രദർശനം നടന്നു. നവംബർ 27 ഞായറാഴ്ച EK ദിവാകരൻ പോറ്റി സ്മാരക പ്രഭാഷണവും സംവാദവും നടക്കും. ജില്ലാ പഞ്ചായത്തിന് സഹകരണത്തോടെ നവംബർ 20 മുതൽ നടന്നുവരുന്ന ചലച്ചിത്രോത്സവം 27 സമാപിക്കും. കൊമ്പത്തുകടവ് ആനപ്പാറ 11ാം വാർഡ് കുടുംബശ്രീ ADS വാർഷികം ആഘോഷിച്ചു. വാർഡ് മെമ്പർ വാസന്തി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ച യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് KV സുജിത് ലാൽ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പ്രവർത്തനങ്ങൾക്ക് കരുത്തുറ്റ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് കുടുംബശ്രീയാണ്. ഏതൊരു പ്രവർത്തനങ്ങളും മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള കരുത്തും ശേഷിയും നേതൃത്വ പാഠവും ഉള്ള കുടുംബശ്രീയാണ് പുത്തഞ്ചിറയിലുള്ളത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. പുത്തഞ്ചിറ പഞ്ചായത്തിന്റെ CDSന്റെ പ്രവർത്തനങ്ങളും അതിന്റെ ഓഫീസ് പ്രവർത്തനങ്ങളും അതിശക്തമാക്കി കൊണ്ടുവരുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ഇടവേളയിൽ കുടുംബശ്രീയുടെ CDSന്റെ ഓഫീസ് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റേണ്ടി വന്നുവെങ്കിലും ഇപ്പോൾ വീണ്ടും സൗകര്യപ്രദമായ ഓഫീസിലേക്ക് കുടുംബശ്രീയുടെ ഓഫീസ് മാറിയിരിക്കുന്നു. അതിനോടനുബന്ധിച്ചുള്ള അതിന്റെ വാർഷിക മീറ്റിംഗുകൾ നടക്കുമ്പോൾ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി കൊണ്ടുപോകുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ലോകത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന അപൂർവം സ്ത്രീ ശാക്തീകരണങ്ങളിൽ ഏറ്റവും വലുതായി
കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനം മാറിയിരിക്കുന്നു. ഇന്ന് കേരളത്തിലെ സർക്കാരിന്റെ തന്നെ ഒരു ശക്തിയാണ് കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. CDS ചെയർപേഴ്സൺ റംല അൻവർ, ബീന സുധാകരൻ, റിഫായ അക്തർ, സംഗീത, സിന്ധു ജോഷി, രഞ്ജിനി തുടങ്ങിയവർ സംസാരിച്ചു. പുത്തഞ്ചിറ ഈസ്റ്റ് സെന്റ് ജോസഫ് ചർച്ചിൽ മരിച്ചവരുടെ ഓർമ്മദിനമായ ഇടവക ശ്രാദ്ധം നടന്നു. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോബി പൊഴേലിപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച ചടങ്ങിൽ ഫാദർ ബെന്നി ചെറവത്തൂർ സഹകാർമ്മികത്വം വഹിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എടവിലങ്ങ് യൂണിറ്റ് വാർഷിക കൺവെൻഷൻ നടന്നു. ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. അതിനനുസൃതമായി പുതിയ നോട്ടുകൾ 2000-ന്റെ അല്ലെങ്കിൽ 500-ന്റെയോ അതിനനുസൃതമായി ലഭ്യമാക്കുന്നതിലുണ്ടായിട്ടുള്ള കാലതാമസം, അതാണ് പ്രശ്നം. അപ്പൊ അത് സാരമായി ജനങ്ങളെ ബാധിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സഹകരണ സംഘങ്ങളെ ഏതാണ്ട് തൊട്ടുകൂടാത്ത ആളുകളെ പോലെ മാറ്റി നിർത്തിയ നിഷേധാത്മക നടപടി ഒഴിച്ചാൽ ബാക്കി നമുക്ക് സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം ഇത് വളരെ അനിവാര്യമായ ഒരു നടപടിയാണ്, അതിലൊന്നും നമുക്ക് തർക്കമില്ല. പക്ഷെ നടപ്പിലാക്കിയ ചില ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള പോരായ്മകളെ സംബന്ധിച്ച് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു. രാജ്യത്തിന്റെ അതിവേഗതയാർന്ന കുതിപ്പിന്റെ ഭാഗമായി ആ മാറ്റങ്ങൾക്കനുസൃതമായി രാജ്യത്തെ ജനങ്ങൾ മാറേണ്ടതുണ്ട്. തൊഴിലാളി പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ, വ്യക്തികൾ ഒക്കെ തന്നെ മാറേണ്ടതുണ്ട്. ആ മാറ്റത്തിനനുസൃതമായ രീതിയിലേക്കാണ് നമ്മുടെ തയ്യൽ തൊഴിലാളികളുടെ ക്ഷേമനിധിയെ. യൂണിയൻ പ്രസിഡന്റ് നസീർ റപ്പായി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൽ സാഗർ, ഏരിയ സെക്രട്ടറി KR തങ്കമണി, BB ലിനേഷ്, ലീന ബൈജു, ഷാനിദ നസീർ, V സൗദാമിനി, സിസിലി, സ്വപ്ന എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ തയ്യൽ തൊഴിലാളികളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവർക്ക് ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു. DYFI വെള്ളാങ്കല്ലൂർ സൗത്ത് മേഖലാ സമ്മേളനം കോണത്തുകുന്നിൽ നടന്നു. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കൊടിമര ജാഥയും പതാക ജാഥയും കലാഭവൻ മണി നഗറിൽ നടന്നു. പ്രതിനിധി സമ്മേളനം DYFI സംസ്ഥാന കമ്മിറ്റി അംഗം KK മുബാറക് ഉദ്ഘാടനം ചെയ്തു. PK രതീഷ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. VK സജേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ PS സുനിൽ, ചന്ദ്രിക ശിവരാമൻ, പ്രസന്ന അനിൽകുമാർ, KP മോഹനൻ, VR സുരേഷ്, ശരത് എന്നിവർ സംസാരിച്ചു. 27 ഞായറാഴ്ച നടക്കുന്ന പ്രകടനവും പൊതുസമ്മേളനവും DYFI മുൻ സംസ്ഥാന സെക്രട്ടറി T ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം കുടുംബശ്രീ 18ാം വാർഷികാഘോഷം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. ET ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീയുടെ ആദ്യ രൂപം എനിക്ക് ഓർമ്മയുണ്ട് നല്ലവണ്ണം. അന്ന് ഒരുപക്ഷെ ഈ കുടുംബശ്രീയായി ബന്ധപ്പെട്ട് സംസ്ഥാന തലത്തിൽ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി, പരിശീലനം നൽകുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരാൾ എന്ന നിലയിലാണ് ഞാനതിന് നന്നായി ഓർക്കുന്നത്. അന്ന് കുടുംബശ്രീ സ്ത്രീകളൊപ്പം കൂടിയിരിക്കണം, അവന്റെ പ്രശ്നങ്ങൾ പറയാൻ, സ്ത്രീകളുടെ പുരുഷന്മാരൊന്നും മാറ്റമില്ലാത്തൊരു ലോകത്തെ പറ്റി ചിന്തിക്കാൻ, അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ, ആത്യന്തികമായി സ്ത്രീകളുടെ ഒരു ബാങ്ക് ഉൾപ്പെടെ തുടങ്ങാൻ ഒക്കെ കഴിയുന്ന തരത്തിലുള്ള വിഭാവനം ചെയ്തതാണ് നമ്മുടെ ഇപ്പോഴുള്ള കുടുംബശ്രീ പ്രസ്ഥാനം. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്ത് മാത്രം, നമ്മുടെ പെരിഞ്ഞനം പഞ്ചായത്ത് മാത്രം ഞാൻ ശ്രദ്ധിച്ചു 247ഓളം യൂണിറ്റുകൾ. 247 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രശ്നങ്ങൾ, ആ പ്രദേശത്തിന്റെ ഒക്കെ ആളുകൾ എന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കുക. വലിയ ശക്തിയുള്ള സംഘമാണ്. 247 പേർ. തൊട്ടടുത്ത പഞ്ചായത്തിൽ കാണും 200 അങ്ങനെ മേലെ. അങ്ങനെ മൊത്തം എടുത്താൽ കയ്പമംഗലത്ത് മാത്രം കാണും ഒരു 10,700 യൂണിറ്റുകൾ നമ്മുടെ കുടുംബശ്രീയുടെ. അപ്പൊ നിങ്ങളൊന്ന് ആഞ്ഞു പിടിച്ചാൽ ഒരു കരുത്തോടുകൂടി കാര്യം നടക്കണമെന്ന് നന്നായി ചിന്തിച്ച് അതിനു വേണ്ടി നിന്നാൽ
നേരത്തെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വിചാരിച്ച കാര്യങ്ങൾ നടത്തിയ സ്ത്രീ എന്നർത്ഥത്തിൽ അവരുടെ പ്രശ്നങ്ങൾ ഇടപെടാൻ പറ്റുന്ന പ്രസ്ഥാനം എന്ന നിലയിൽ നിങ്ങൾ എത്തും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സജിത് അധ്യക്ഷത വഹിച്ചു. പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK സത്യനാഥൻ മാസ്റ്റർ അവാർഡ് വിതരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MA വിജയൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CK ഗിരിജ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സായിദ മുത്തുക്കോയ തങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹേമലത രാജുകുട്ടൻ, CDS ചെയർപേഴ്സൺ ലതാ ശിവരാമൻ, മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മധുരകം ബ്ലോക്ക് തല ക്ഷീര കർഷക സംഗമവും ജില്ലാതല തീറ്റപ്പുൽ കൃഷി ദിനാചരണവും കയ്പമംഗലത്ത് നടന്നു. ആദ്യ കേശവപുരം ക്ഷീരസംഘം പരിസരത്ത് നടന്ന ചടങ്ങിൽ ET ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. നല്ല കാണാനും അതിന്റെ ഗുണമേന്മയുള്ളതുമായിട്ടുള്ള ഒരു രജിസ്ട്രേഷനുള്ള പ്രദർശനം ഒക്കെ അവിടെ സംഘടിപ്പിക്കാൻ കഴിയും. നമുക്ക് ഈ രംഗത്ത് നല്ലവണ്ണം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ത്രിതല പഞ്ചായത്ത് സംവിധാനം, സംസ്ഥാന സർക്കാർ ഒക്കെ ആവിഷ്കരിപ്പിച്ച് നടപ്പാക്കുകയാണ്. നമ്മുടെ ഈ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് തന്നെയാണ് ദേശീയ ക്ഷീര ദിനാചരണത്തിന്റെയും തീറ്റപ്പുൽ കൃഷിയുടെയും ഉദ്ഘാടന കർമ്മം തിരുവനന്തപുരത്ത് നടക്കുന്നു. എല്ലാ ക്ഷീര കർഷകരെ സംബന്ധിച്ച് അറിയാം, ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ ധവള വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവായ ഡോക്ടർ V കുര്യന്റെ ജന്മദിനമാണ്. ഒരുപക്ഷെ നമുക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ കഴിയും എന്ന് നമ്മളെ പഠിപ്പിച്ച, അല്ലെങ്കിൽ ഇതിനുള്ള അനന്തമായ സാധ്യതകളുണ്ട് എന്ന് കർഷകർക്ക് ബോധ്യം വരുത്തിയ, ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ പറഞ്ഞാൽ അനിതര സാധാരണമായ വൈദഗ്ധ്യത്തോടുകൂടി ഈ മേഖലയെ സംഘടിപ്പിച്ച ഒരു വ്യക്തിയുടെ ജന്മദിനമാണ്. പലപ്പോഴും അനുഭവങ്ങൾ അങ്ങനെയാണ്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന വിശ്വൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MA വിജയൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CK ഗിരിജ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൂറുൽ ഹുദ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിസ്നി ഷാജി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഖില വേണി, ആദ്യ കേശവപുരം ക്ഷീരസംഘം പ്രസിഡന്റ് TM നടേശൻ, പെരിഞ്ഞനം ക്ഷീരോത്പാദക സംഘം പ്രസിഡന്റ് M ജയകുമാർ, ചന്ദ്രാപിനി ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് V രാമചന്ദ്രൻ, ഗ്രാമലക്ഷ്മി ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് MD സുരേഷ്, ക്ഷീരവികസന ഓഫീസർ വിധു വർക്കി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ വിഷയങ്ങളെ അധികരിച്ച് AJ ബാബു, ഡോക്ടർ യാൻസി മേരി ഐസക്, ഡോക്ടർ PD സുരേഷ്, KM ഷൈജി എന്നിവർ ക്ലാസ് നയിച്ചു. പെരിഞ്ഞനം SNDP സമാജം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സ്കന്ദമഹായാഗം തുടരുന്നു. വ്യാഴാഴ്ച രാവിലെ ശ്രീ മഹാഗണപതി ഹവനം, സഹസ്രനാമജപം, ഗ്രന്ഥാർച്ചന, കലശപൂജ, പുരാണ കഥാപ്രവചനം, പുരാണ പാരായണം, മൃത്യുഞ്ജയ ഹവനം, കാർത്തികേയ ഹോമം, സ്വയംവര പാർവതി ഹോമം എന്നിവ നടന്നു. ഭാഗവത ശ്രീ വെള്ളത്തിട്ട് കിഴക്കേടത്ത് മന മാധവൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് മഹായാഗം നടക്കുന്നത്. കണ്ണംകുളത്തിലേക്കുള്ള ഇറിഗേഷൻ കനാലിൽ വെള്ളം തുറന്നു വിടണമെന്നാവശ്യപ്പെട്ട് ഗോൾഡൻ നഗർ അസോസിയേഷൻ നേതൃത്വത്തിൽ ചാലക്കുടി ഇറിഗേഷൻ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. നഗരസഭ വൈസ് ചെയർമാൻ വിൽസൺ പാനാട്ടുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽ മേടപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർമാരായ KM ഹരിനാരായണൻ, ബിന്ദു ശശികുമാർ, അസോസിയേഷൻ ഭാരവാഹികളായ അമ്പാടി ഉണ്ണി, PD ദിനേശൻ, PD നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്കെതിരെ മുസ്ലിം ലീഗ് കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ വിചാര സദസ്സ് സംഘടിപ്പിച്ചു. കയ്പമംഗലം യൂത്ത് വിംഗ് പ്രസിഡന്റ് ബാലചന്ദ്രൻ വടക്കേടത്ത് ഇസ്മായിൽ, PB താജുദ്ദീൻ, KM നിഷാദ്, CA ജലാൽ, നൌഷാദ് അഴിക്കോട്, M അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി മണ്ഡലകാല വിശേഷങ്ങൾ. സ്വാമിയേ സ്വാമിയേ സ്വാമിയേ. പുത്തഞ്ചിറ പകരപ്പള്ളി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ 72ാമത് ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ സംഘങ്ങളുടെ കാവടിയാട്ടം, വൈകിട്ട് താലംവരവ്, ദീപാരാധന, വർണ്ണക്കാഴ്ച, ചിന്ത് ശാസ്താംപാട്ട്, ഭസ്മ കാവടിയാട്ടം എന്നിവ നടന്നു.
വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് ജംഗ്ഷൻ നടുവത്ര തിട്ടേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ദേശവിളക്കാഘോഷം നടന്നു. വൈകിട്ട് മുടിക്കുന്നൂർ ശ്രീലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നിന്നും താലം എത്തിച്ചേർന്നു. തുടർന്ന് ദീപാരാധന, ചുറ്റുവിളക്ക്, വർണ്ണവിളക്ക്, ചിന്തുപാട്ട്, ശാസ്താംപാട്ട്, അന്നദാനം എന്നിവ നടന്നു. കൊടവത്തൂന്ന് 12ാമത് ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. വൈകിട്ട് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ്, ദീപാരാധന, അന്നദാനം, ചിന്തുപാട്ട്, ശാസ്താംപാട്ട്, ശിങ്കാരിമേളം എന്നിവ നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. കൊടുങ്ങല്ലൂരിൽ വിദ്യാർത്ഥിനിയെ ബൈക്കിലെത്തിയ സംഘം ആക്രമിച്ചു. ഡിവൈഎഫ്ഐ നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ KC സുദർശനന്റെ സൂര്യപദം പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.